ഇന്ന് നമ്മളൊരു പുളിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് ബിരിയാണി അരിയെ സാധാരണ നമ്മൾ വെള്ള അരിയും എല്ലാം എടുക്കാം, കുത്തരി എല്ലാം എടുക്കാം. 2 ഗ്ലാസ് നമ്മൾ നല്ലതുപോലെ കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളം നല്ലവണ്ണം തിളച്ച ഉടനെ നമ്മൾ അരിയിട്ട് പകുതി വെന്ത ഉടനെ ഉപ്പ് 2 സ്പൂൺ ഇട്ട് വേവിച്ചെടുക്കാം. നമ്മൾ തേങ്ങാച്ചോറ് എല്ലാം ഓൾറെഡി റെസിപ്പി ഇട്ടിരുന്നു, അതുപോലെ തന്നെയാണ് ഇതുമേ. ശകലം വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് ഫ്രൈയിങ് പാനിൽ ഉഴുന്ന് 1 സ്പൂണ്, കടലപ്പരിപ്പ് 1 സ്പൂണ് നമ്മൾ വറുത്തെടുക്കാം. കടലപ്പരിപ്പ് ഫസ്റ്റ് ഇടണേ, ഉഴുന്ന് പിന്നെ ഇട്ടിട്ട് ജീരകം, ഇത് നല്ല ജീരകം ഒരു 4-5 കുരുമുളക്, വറ്റൽമുളക് ഒരു 4, ഇതെല്ലാം ഇട്ട് വറുത്തിട്ട് നല്ല അത് വറുത്ത ഉടനെ കായത്തിൻ്റെ പൊടി 1 സ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ ആറിക്കഴിഞ്ഞ് നല്ലോണം പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെന്ന് പറഞ്ഞാൽ തീരെ പൊടിയരുത്, ശകല ഒരു കുറുകുറുപ്പ് വരണം. അത് കായത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. കായത്തിൻ്റെ പൊടി എല്ലാം ഇട്ടിട്ട് നമ്മൾ ചൂടാറിയ ഉടനെ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമ്മൾ പാൻ വെച്ച് കടുകിട്ട് ഉഴുന്ന് 1 സ്പൂണ്, കടലപ്പരിപ്പ് 1 സ്പൂണ് എണ്ണ ഒഴിച്ച് അത് നല്ലതുപോലെ ചൂടായ ഉടനെ കറിവേപ്പില, ജീരകം നല്ലതുപോലെ വഴറ്റണേ. വഴറ്റിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയെ, പുളി ഒരു നാരങ്ങ സൈസ് പുളി നമ്മൾ കുതിർത്ത് വെച്ചിരുന്നു, അത് പിഴിഞ്ഞൊഴിക്കണേ. നല്ലതുപോലെ തിളച്ച ഉടനെ നമ്മൾ ഈ അരച്ച് കൊണ്ടുവന്ന് വെച്ച് മിക്സിയിൽ അരച്ച് ആ പൊടി ഇടണേ. പൊടി ഇട്ടിട്ട് നല്ലതുപോലെ വെള്ളം പറ്റി കഴിഞ്ഞ് നല്ലൊരു ഹൽവ പദത്തിൽ, ഹൽവയുടെ ഒരു സ്റ്റേജ് വരണം നല്ലവണ്ണം. എന്നിട്ട് ഓഫ് ചെയ്യണേ. നല്ലതുപോലെ ആറിക്കഴിഞ്ഞിട്ട് നമ്മൾ ചോറും നല്ലതുപോലെ ആറണം. ചൂട് ചോറിലിടരുത്. ചോറ് അതുപോലെ ഒത്തിരി വെന്ത് കുഴഞ്ഞും പോകരുത്. ഇത് നന്നായിട്ട് ആറിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റേജ് നമുക്ക് ഒത്തിരി ഡ്രൈ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്താൽ നമുക്ക് ഒരു 4-5 സ്പൂൺ എണ്ണ കാച്ചി ഇതിനകത്ത് ഒഴിച്ചാൽ ഇനി നല്ലതായിരിക്കും, ചോറ് നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി പുളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ട്രാവൽക്ക്, ട്രെയിനിൽ എല്ലാം 2 ദിവസത്തേക്ക് ഇരിക്കും, ഒന്നും അഴുക്കായി പോകത്തില്ല. താങ്ക് യു.